മൈ ഡിയർ വ്യൂസ്, ത്രിബിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, പലവട്ടം അകലാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തിയിൽ നിങ്ങൾ സ്റ്റക്കാണ്. എന്താ അത് നോക്കാം. ലവേഴ്സാ ഫസ്റ്റ് തന്നെ കേട്ടോ. അപ്പം അതെടുക്കണം. യൂണിവേഴ്സ് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. ലവേഴ്സും കൊണ്ട് ഇതുകൊണ്ട് കേട്ടോ, രണ്ടും എടുക്കണം കേട്ടോ. രണ്ടും കിട്ടിയിരിക്കുന്നത്, അപ്പം അതെടുക്കണം. ഹാർട്ട് ബ്രേക്ക് ഇതുകൊണ്ട്, ഇതും എടുക്കണം. യൂണിവേഴ്സ് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. സംഘാതയിൽ കിട്ടിയിരിക്കണേ, ഇത് എടുക്കണം. തേർഡ് പാർട്ടീൻ്റെ കാർഡ് കിട്ടിയിരിക്കണു, അത് എടുക്കണം. ബോട്ടം 4 of Wands ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് തന്നെ ലവേഴ്സാണ്. നമ്മളെ ടോപ്പിക്ക്, നിങ്ങൾ പലവട്ടം അകലാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തിയിൽ നിങ്ങൾ സ്റ്റക്കാണ് എന്നാണ്. അപ്പം അതിൻ്റെ കാരണം ലവേഴ്സാണ്. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ പാടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ അത്രമാത്രം അട്രാക്ഷനാണ്. രണ്ടുപേരും അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം മറ്റൊരാളെ രണ്ടുപേർക്കും പറ്റില്ല എന്നുള്ള തരത്തിൽ രണ്ടുപേരും ഡീപ്പായി സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തന്നു. പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രപ്പോസ് ചെയ്തു, പക്ഷേ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാ കാര്യവും ചെകഞ്ഞെടുത്ത് എല്ലാം കറക്റ്റായതിനു ശേഷം ഒരു വ്യക്തിക്ക് നിങ്ങൾ വാക്ക് കൊടുക്കുകയുള്ളൂ. നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് തന്നെ ആ വ്യക്തിയെ ചൊടിപ്പിച്ചു. ഈ വ്യക്തി ഒരു എല്ലാവരും ആകർഷിക്കുന്ന, എല്ലാവരും മോഹിക്കുന്നൊരു തരത്തിലുള്ള വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി നിങ്ങളെ കണ്ട മാത്രയിൽ ആ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും ഇതിലപ്പുറത്തൊരു സ്നേഹം, ഇതിലപ്പുറത്തൊരു വ്യക്തിയെ കിട്ടാനില്ല എന്നതാണ് രണ്ടാളെ ആ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടുപേർ തന്നെയാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിന്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങൾ നിരസിച്ചതുമില്ല, ഓക്കെയും പറഞ്ഞില്ല. അത് ആ വ്യക്തിയെ ചൊടിപ്പിച്ചു. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആ ചൊടിപ്പിക്കൽ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ഒന്നുമല്ല, നിങ്ങളായിരുന്നു ആ വ്യക്തിക്ക് ഏറ്റവും പ്രയോറിറ്റി. നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓക്കെ പറയാത്തത് ആ വ്യക്തിയെ വളരെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് നിങ്ങളെ അത്രമാത്രം നിങ്ങൾക്കിട്ട് നല്ലൊരു വേദന ആ വ്യക്തി തന്നിട്ടുണ്ട്. നിങ്ങൾക്കിട്ട് വേദന തന്നതുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പം വർഷങ്ങളോളം സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വേദന അനുഭവിക്കുന്ന, രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, രണ്ടുപേരും വിട്ടുകൊടുക്കാത്തൊരവസ്ഥയാണ് ഇവിടെ. അപ്പം ഇതെല്ലാം വെച്ചാൽ നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി നാണം കെടുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. വെച്ചാൽ ഞാൻ തന്ന പ്രപ്പോസൽ നിരസിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ നിരസിച്ചതുമില്ല, ഓക്കെയും പറഞ്ഞില്ല. നിങ്ങളെല്ലാം ചെകഞ്ഞെടുത്ത് അതിൻ്റെ അടിവേര് വരെ തോണ്ടി കറക്റ്റായിട്ടേ നിങ്ങൾ ഒരാളോട് ഓക്കെ പറയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളല്ലാണ്ടൊന്നും ഒരാളോട് യെസ് പറയില്ല. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മാത്രമേ തന്നെ ആ വ്യക്തിയെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിന്. പക്ഷേ എങ്കിലും നിങ്ങൾ അതെന്നിട്ടും ഈ വ്യക്തിനെ
ഇതാക്കിയിട്ട് അത് ആ വ്യക്തിക്ക് അത് പിടിച്ചില്ല. അപ്പോഴുള്ള സംഭവമാണ്. അപ്പം നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി വേദനിപ്പിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പം ആ വേദനിപ്പിച്ച് പോയതിൽ അത്രമാത്രം ആ വ്യക്തി വേദനിക്കുകയാണ്. വേദനിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയല്ല. നിങ്ങളെ ആ വ്യക്തി കണ്ടിരിക്കുന്നത് എംബറസായിട്ട് തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടേതെന്ന് ആ വ്യക്തിക്കും അറിയാം. രണ്ടുപേർക്കും ഇവിടെ ഞാൻ കാണുന്നത് രണ്ടുപേർക്കും ഫാമിലി ഉള്ളവരാണ്. ഇത് അങ്ങനെയുള്ള ബന്ധമാവാനാണ് ചാൻസ് എന്നാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് എങ്കിലും നിങ്ങൾ കണ്ടുമുട്ടി. അവർ തേർഡ് പാർട്ടി ഉണ്ട് രണ്ടുപേർക്കും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം ഡെത്ത് സംഭവിച്ചിട്ട് ഒരു പുതിയൊരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ വെച്ചാൽ ആ വ്യക്തിക്ക് നല്ല രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. ചെയ്തു പോയതിൽ ആ വ്യക്തി അങ്ങേയറ്റം വേദനിക്കുകയാണ്. തമ്മിൽ വഴക്കായിട്ട് തെറ്റി പരസ്യമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ കണ്ട് തേർഡ് പാർട്ടിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടോ എന്തോന്നറിയില്ല, പരസ്യമായിട്ട് നിങ്ങളെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളും ഇത്രയും മാറി നിൽക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ നിങ്ങളിൽ നിന്ന് അകലാൻ ആ വ്യക്തി ശ്രമിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള തരത്തിൽ ഞാൻ എൻ്റെ വില കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ആ വ്യക്തി പോയത്. പക്ഷേ മാറി നിന്നപ്പോഴാണ് ശരിയായിട്ടുള്ള വേദന എന്താണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. രണ്ടുപേരും തമ്മാമിൽ രണ്ടാളിലും സ്റ്റക്കാണ്. ഒരാൾ മാത്രമല്ല, രണ്ടുപേരും സ്റ്റക്കാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. മനസ്സിൽ മാറി വേറൊരാൾക്ക് മനസ്സ് കൊടുക്കാൻ രണ്ടുപേർക്കും കഴിയില്ല. പക്ഷേ രണ്ടുപേരും വിട്ടും കൊടുക്കില്ല. അങ്ങനെ ഇവിടെ കാണുന്നത് രണ്ടാളും വേർപാട് അനുഭവിക്കുന്ന ഒരു വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേർക്കും വേദന എന്ന് പറഞ്ഞാൽ അമ്മാതിരി വേദനയാണ് ഇവിടെ അനുഭവിക്കുന്നത്. നിങ്ങളെ വിട്ടു നിൽക്കുന്നതിൽ ആ വ്യക്തിക്ക് അങ്ങേയറ്റ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. രാത്രിയെല്ലാം പൊട്ടി കരയാണ് ആ വ്യക്തി ചെയ്യുന്നത്. പക്ഷേ അത് സമ്മതിച്ചു തരൂല കേട്ടോ, സമ്മതിച്ചു തരുകയില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന സൗഭാഗ്യമാണെന്ന് എല്ലാ വ്യക്തിക്കറിയാം. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ രണ്ടുപേർക്കും, എന്താ വെച്ചാൽ ലവേഴ്സ് അല്ലേ, രണ്ടുപേർക്കും തമ്മാമിൽ കണ്ടുമുട്ടിയതിന് ശേഷം എല്ലാവിധ ഗ്രോത്തും എല്ലാം അവനവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം പുറത്തു വരലും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാമാണ്. എന്നിട്ടും സെപ്പറേറ്റായിട്ട് 4-5 വർഷമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവരെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്നിട്ടും രണ്ടുപേർക്കും ഈഗോ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ അത്രയും നിങ്ങളെ പരസ്യമായിട്ട് വേദനിപ്പിച്ചത് കൊണ്ട് ആ ഇതും വെച്ചിട്ട് നിങ്ങളിരിക്കുന്ന മറ്റേ രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത അവസ്ഥ. നിങ്ങളെ മാറി നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം തേർഡ് പാർട്ടി ഉണ്ടോ എന്ന ഡൗട്ടിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ഡൗട്ടുണ്ട് ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ പഴയതുപോലെ അങ്ങോട്ട് ചെല്ലാത്തത് എന്നാണ് ആ വ്യക്തി ഇപ്പം ഡൗട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഉള്ളിലും വേറെ ആരും ഇല്ല. രണ്ടുപേരും തമ്മിൽ തന്നെയാണ് ഓൾ ഇഷ്ടം. എന്നിട്ടും 5 വർഷം 6 വർഷമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റിൽ ആയിട്ട് ഇരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈ ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗവും സ്വീകരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, എന്താണ്, ആരുമായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് സഹിക്കാനേ പറ്റൂല. മാറി നിൽക്കുക. പക്ഷേ നിങ്ങൾ വേറൊരാളോട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിൻ്റെ ശരീരം മുറിക്കുന്നതിന് സമമാണ്. അത്രക്കും പൊസസീവാണ്. നിങ്ങളോട് വഴക്ക് ഇടണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കുറ്റബോധം ആ വ്യക്തിയെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്തിനും ഇങ്ങനത്തെ ഒരു വഴക്കയോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്നാലും ഈഗോ
സമ്മതിച്ചു തരില്ല. ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിന്നെ പറ്റിയെന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങളെ പലതവണ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ചെറിയൊരു തലയാട്ടലും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോവാ നിങ്ങൾ ചെയ്യുന്നത്. ഒരു തലയാട്ടൽ കൊടുക്കുന്ന അത്ര തന്നെ, വേറെ ഒരു ഇതിനും പോകുന്നില്ല. നല്ല രസമാണ് ഇവിടെ, നല്ല അങ്ങനത്തെ അത്രയും നല്ലൊരു ബന്ധമാണിത്. എന്നിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. മാറി നിന്നപ്പോഴാണ് ഇത്രയും അനുഭവിക്കേണ്ടി വരുമെന്ന് മാറിപ്പോകുമ്പോൾ മനസ്സിലായിട്ടില്ല. ഇത്രക്കുള്ളൊരു വേദന അനുഭവിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നത്തിനൊന്നും പോകില്ലായിരുന്നു. നിങ്ങളാണെങ്കിൽ ഒരു കാര്യം തുറന്നു പറയുന്നില്ല. നിങ്ങൾ ഒരു തലയാട്ടലിൽ നിങ്ങൾ മാറിപ്പോന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള തരത്തിലാണ് ആ വ്യക്തി. രണ്ടുപേർക്കും തമ്മിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് രണ്ടുപേർക്കും ഓൾറെഡി തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആളുടെ മനസ്സിലും രണ്ടുപേർ മാത്രമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കൂല. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എത്ര വലുതായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇത് എംബറസ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ഥാനം എന്താണ് അതിനെപ്പറ്റി അറിയാലോ. അവരുടെ നിങ്ങളുടെ സാമീപ്യം എത്ര സന്തോഷമാണ് എനിക്ക് നൽകിയിരുന്നത്. ആ ടൈമിൽ നിങ്ങളുടെ സാമീപ്യം ഉള്ള സമയത്ത് എത്ര സന്തോഷവാനായിരുന്നു എന്ന് ആ വ്യക്തി വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട്. അത്രയും വേദനയോടുകൂടിയാണ് ആ വ്യക്തി അതെല്ലാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യം ചെറിയൊരു അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സെപ്പറേറ്റിൽ പോയിട്ടുള്ളത്. നിങ്ങളോടിപ്പം വഴക്കിട്ടതിൻ്റെ കുറ്റബോധം ആ വ്യക്തിയെ കൊന്നുകൊണ്ടിരിക്കുമെന്ന്, എന്നാലും ഈഗോ കൊണ്ട് അത് സമ്മതിച്ചു തരുന്നുമില്ല. രണ്ടുപേർക്കും തേർഡ് പാർട്ടി ഉണ്ടാവും ഉള്ള സംശയത്തിലാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടി ഉണ്ടാവും, തേർഡ് പാർട്ടി അപ്പുറം തേർഡ് പാർട്ടി ഇപ്പുറം തേർഡ് പാർട്ടി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും നിങ്ങളെ മാത്രമാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ പങ്കാളിയായിട്ട് ആ വ്യക്തി കണ്ടിട്ടുള്ളത് നിങ്ങളെ മാത്രമാണ്. പക്ഷെ അത് തുറന്നു പറയില്ല. രണ്ടുപേരും വാശിയിലാണ്. സ്വപ്നങ്ങൾ കാണുന്നുണ്ട് തമ്മിൽ. സ്വപ്നങ്ങളിലെല്ലാം രണ്ടുപേരുടെ സ്വപ്നങ്ങളും തമ്മിൽ തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പം ആ വ്യക്തിക്ക് ഇതൊരു സ്വപ്നം മാത്രമായി മാറിപ്പോവോ നമ്മുടെ ലൈഫ് എന്ന ബോധമുണ്ട്. ഇത് മറ്റൊരാൾ ഇടപെട്ടിട്ട് ഒരിക്കൽ ശരിയാക്കി തന്നിരുന്നെങ്കിൽ എന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. രണ്ടുപേരും രണ്ടുപേരിലും സ്റ്റക്കാണ്. വേറൊരാളെ പറ്റൂല. പരസ്യമായി വേദനിപ്പിച്ചത് കാരണം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വഴിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു തലയാട്ടല ഒരു ചിരിയില ഒതുക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യവും പറയാനും പോകുന്നില്ല. എന്നാലോ ആ വ്യക്തിയിൽ സ്റ്റക്കാണ് നിങ്ങൾ. അങ്ങനത്തെ ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അനുഭവിക്കുകയാണ് ഇവിടെ ഹാർട്ട് ബ്രേക്ക്. എന്നോട് ന്യായം ചെയ്തില്ല എന്നാണ് രണ്ടുപേരും പറയുന്നത്. എന്നോട് അങ്ങനെ അത് ചെയ്തു, എന്നോട് പരസ്യമായി എന്നെ വേദനിപ്പിച്ചു എന്നതാണ് രണ്ടുപേർക്കും. എന്നോട് ന്യായം ചെയ്തില്ല എന്ന് തന്നെ. പക്ഷെ രണ്ടുപേരും അനുഭവിക്കുന്നത് എന്താണ്? ഹാർട്ട് ബ്രേക്ക്. അത്രമാത്രം ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈഗോ ആയാലും എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടുമായിരുന്നു. പക്ഷെ നിങ്ങളെ പരസ്യമായിട്ട് ആ വ്യക്തി അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്, ചെയ്തു പോയി. തമ്മിൽ
ഒരു വാശിപ്പുറത്ത് നിങ്ങളുടെ എൻ്റെ വില കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു പോയതാണ്. പക്ഷേ അത് ഇപ്പം വലിയൊരു വേദനയായിട്ട് മാറുകയാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നാൽ എന്താ, എല്ലാ ഇതും മാറി നിങ്ങൾ ഒന്നാവാൻ പോവുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്, ഫുൾ സപ്പോർട്ട്. രണ്ടുപേരും നന്നായിട്ട് ഈഗോവും കൊണ്ട് നടന്ന് വേദനിച്ച്, ഹാർട്ട് പൊട്ടി വേദനിച്ച്, രണ്ടുപേരും തമ്മിൽ ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ഡൗട്ട് അടിക്കുക, മാറി നിന്നാലും വേറെ ആരോടും മിണ്ടാൻ പോലും പാടില്ല, അത്രമാത്രം പൊസസീവാണ്. രണ്ടുപേരും ഒളിഞ്ഞും പതുങ്ങിയും അറിയാൻ ശ്രമിക്കുക. അങ്ങനെ വർഷങ്ങൾ അങ്ങനെ കടന്നു പോയി ഇനിയിപ്പോൾ സൺ കാർഡ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. ബന്ധം ഒരിക്കലും നഷ്ടമാകാത്ത വിധത്തിൽ ഒന്നാവാൻ പോവാണ്. ഒത്തിരി സന്തോഷമാണ്. ന്യൂ ബിഗിനിങ്. നിങ്ങൾ ആ വ്യക്തിയുടെ ലവേഴ്സാണല്ലോ, പിന്നെ എന്തായാലും ഒന്നാവാതെ പറ്റൂലല്ലോ. സ്പിരിച്വൽ കണക്ഷനാണ്. സമൃദ്ധിയും സക്സസ്സും സന്തോഷം രാജയോഗമായി പുതിയൊരു ഒരു വാർത്തയായിട്ട് രണ്ടുപേരെയും ഒന്നിപ്പിക്കാനാണ് ഈ യൂണിവേഴ്സ് പോകുന്നത്. ഒരു നല്ലൊരു സന്തോഷം വരാൻ പോകുന്നു. സന്തോഷമായിട്ട് ഇനി അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന അടിച്ചു പൊളിക്കുന്ന ബോട്ടം കിട്ടിയിരിക്കുന്നത് 4 of Wands ആണ്. എല്ലാവിധ സക്സസ്സും യൂണിവേഴ്സിൻ്റെ സക്സസ്സോടും കൂടെ നിങ്ങൾ ഒന്നാവാൻ പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം രണ്ടുപേരുടെ രണ്ടുപേർക്കുള്ള വാശിയും എല്ലാം പോകാൻ പോകുന്നു. രണ്ടുപേർക്കും തന്നെ പറ്റുള്ളൂ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് നമ്മൾ തന്നെ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും ഒന്നാവാൻ പോകുന്നു. ഇതാണ് സൺ കാർഡ് പറയുന്നത്. കൊല്ലം, ട്വിൻ ഫ്ലെയിം പുരാടം, പുണർദം ഫെബ്രുവരി, പൂരം ഒക്ടോബർ, വയനാട് സി, ടി പത്തനംതിട്ട, ഡി കോഴിക്കോട്, ആയില്യം ജനുവരി, ചതയം ഗൾഫ്, യു തിരുവനന്തപുരം, ജൂ മകീര്യം, അനിഴം ആർ, പൂരുട്ടാതി ഡ്രൈവർ, മാർച്ച് പൂയം, ഡാൻസർ അവിട്ടം, ജെ കണ്ണൂർ, വി ചിത്ര, എൻ ഇടുക്കി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ആർക്കെല്ലാം ഇത് റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു.